ആരെങ്കിലുമൊക്കെ നമ്മളെ എന്താണ് പറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടൂള്. ഇല്ല നിങ്ങളുടെ കാർ ആയിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ, 2 വീലർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് വണ്ടിയും സ്കാൻ ചെയ്യാം. എല്ലാ വണ്ടിയും സ്കാൻ ചെയ്യാം. സ്റ്റാർട്ടാക്കി കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ജൂപ്പിറ്റർ, റോയൽ എൻഫീൽഡ്, ജാവ പെറാക്ക്, ഹിമാലയൻ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതാണ് ഇപ്പം നിങ്ങൾക്കും വീട്ടിലിട്ട് നിങ്ങളുടെ വണ്ടി സ്കാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടി ഓഫർ മേടിക്കാനായിട്ട് പോയത്. അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് നിറച്ചെന്തായാലും ഓഫറാണ്. അപ്പോൾ ഓഫർ അറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടി ഓഫറാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ സാധനം എന്നാണെന്ന് ഞാൻ പറയണ്ടേ. ഇതാണ് നമ്മുടെ കാറിൻ്റെ റിമോട്ടിൽ ഓടിക്കാൻ സംഭവമല്ല, ഇത് വേറൊരു പരിപാടിക്കാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു പരിപാടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗൈസ് കണ്ടാൽ ചെറിയൊരു റിമോട്ട് കൺട്രോൾ സെറ്റപ്പ് പോലൊക്കെ ഇരിക്കും. ഇതെന്നാ സാധനം എന്നറിയോ? നിങ്ങൾക്കൊരു അസുഖം വന്ന് എന്നാ ചെയ്യും? അതെന്നായി നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ടൊരു പനിയും ജലദോഷം വന്നു എന്നായും തന്നെ ചികിത്സിക്കും. ഓക്കെ ഇല്ല ഇച്ചിരി കൂടിയ കണ്ടീഷണൽ എന്നായും ഹോസ്പിറ്റലിൽ പോകത്തില്ലേ? ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പം നമുക്ക് സിംറ്റംസ് ഒക്കെ നമ്മൾ കാണിക്കും അല്ലേ, നമ്മുടെ ബോഡി കാണിക്കും. ചുമയാണെങ്കിൽ പനി അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നമ്മുടെ ബോഡി കാണിക്കും. പക്ഷേ ഇതിൻ്റെ ഒക്കെ പുറമെ നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കോസ് അകത്ത് എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് കാണിക്കുന്നത് ബോഡി. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ എടുത്തില്ലും ഡോക്ടർ നമുക്ക് കറക്റ്റായിട്ട് രോഗം എന്നാന്ന് അറിയാണ്ട് നമ്മളെ എങ്ങോട്ട് വിടും? ടെസ്റ്റ് എന്താണോ വേണ്ടത്, ചിലപ്പോൾ സ്കാനിങ്ങിന് വിടും, ഇല്ലെങ്കിൽ ECG എടുക്കാൻ വിടും, ബ്ലഡ് ടെസ്റ്റിന് വിടും, അങ്ങനെ എല്ലാത്തിനും വിടും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടി. നമ്മൾ അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ വണ്ടീനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ വണ്ടി ശരിക്കും മനുഷ്യനെ പോലെ എന്നൊക്കെ ചിലർ പറയുന്നില്ലേ. അപ്പോൾ വണ്ടി അങ്ങനെയാണ്, വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഞാൻ എല്ലാ വീട്ടിലും നിങ്ങളോട് പറയത്തില്ല നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും മൈലേജ് ഡ്രോപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു സെൻസറിൻ്റെ പ്രശ്നമായിരിക്കും, അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ വണ്ടി ഇങ്ങനെ സിംറ്റംസ് കാണിക്കും. അതിൻ്റെ കൂട്ടത്തിൽ വണ്ടി കാണിക്കുന്ന വേറൊരു സംഭവമുണ്ട്. എന്നാ ഡാഷ്ബോർഡിൽ ഒത്തിരി ലൈറ്റ് കാണിക്കും ഡാഷ്ബോർഡിൽ. അപ്പോൾ ചിലർക്കൊക്കെ അറിയാം ഒരു ലൈറ്റ് കത്തിയാൽ അത് എന്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ലൈറ്റ് ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ലൈറ്റ് കാണും. അപ്പോൾ ഈ ലൈറ്റിൽ ഏതാണ് കത്തുന്നതെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈറ്റ് കത്താൻ തന്നെ പല റീസൺ കാണുമല്ലോ. ഇപ്പം നമുക്കൊരു പനി വന്നാൽ അത് പല കാരണം കൊണ്ട് നമ്മളെ പനിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് വണ്ടിക്കും ഒരു ലൈറ്റ് കത്തിയാൽ അതിന് പല മീനിങ് കാണും. അപ്പോൾ ഈ മീനിങ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വണ്ടീനെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കാൻ ചെയ്താൽ പ്രോപ്പറായിട്ട് വണ്ടിക്ക് ഏത് സെൻസറിനാണ് അല്ലെങ്കിൽ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വണ്ടിയെ ചികിത്സിച്ച പ്രശ്നം പരിഹരിക്കാം. അതാണ് അപ്പോൾ വണ്ടീനെ സ്കാൻ ചെയ്യാനായിട്ടുള്ളതാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു സാധനം. വളരെ ഈസി ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കും വീട്ടിലിട്ട് നിങ്ങളുടെ വണ്ടി സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കാറിൻ്റെ അകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വിവരങ്ങൾ കിട്ടും. നിങ്ങളുടെ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സ്കാൻ ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഏത് വണ്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ കാർ ആയിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ, 2 വീലർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് വണ്ടിയും സ്കാൻ ചെയ്യാം. എല്ലാ വണ്ടിയും സ്കാൻ ചെയ്യാം. അതായത് അതിൽ തന്നെ നമ്മൾ പറയേണ്ടത് നമുക്ക് അറിയാം, നിങ്ങൾ ഈ OBD2 പ്രോട്ടോകോൾ എന്നൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഏകദേശം 9ഓളം പ്രോട്ടോകോൾ എടുക്കുന്ന സംഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ആദ്യം ചെയ്തൊരു സാധനം ബ്ലൂടൂത്ത് അവിടെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. അതായത് നമ്മൾ ഇതിന് മുന്നേ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്ന ഒരു OBD2ന്റെ കാര്യം പറഞ്ഞു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു 2010 ശേഷമുള്ള വണ്ടികളിലെ യൂസ് ചെയ്തിട്ടുള്ള കാര്യം. പ്രോട്ടോകോൾ ഡിഫറൻസ് ആണത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് അത് വരുന്നില്ല. കാര്യം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 9ഓളം പ്രോട്ടോകോൾ ഉള്ളതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആ പ്രശ്നം വരുന്നില്ല, വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ പഴയ ഏത് വണ്ടിയിലും വർക്ക് ചെയ്യും, പഴയ വണ്ടിയിലും വർക്ക് ചെയ്യും, ഏത് ടൈപ്പ് വണ്ടിയിലും വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചില്ലേ ബൈക്ക് ഉണ്ട്, ബൈക്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കാറിൽ ഡയറക്റ്റ് കുത്താം. പക്ഷെ നമ്മുടെ ഈ ബൈക്കുകളിലേക്ക് വരുമ്പോഴത്തേനും ഇത് കുത്തുന്ന ആ ഒരു പോർട്ട് വ്യത്യാസമുണ്ട്. ഇതുമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് നോക്കൂ, ഏത് ബൈക്കാണ് ഇരിക്കുന്നത് ഇതിനെല്ലാം ഉള്ള കണക്ടേഴ്സാണ് ഈ കിടക്കുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതിൻ്റെയാണ് വന്നേക്കുന്നത്? ഹീറോ വണ്ടിയുടെ യൂണിവേഴ്സൽ, ബജാജ്, KTM അതിനുള്ളത് വരുന്നുണ്ട് കണക്ടർ, യമഹ അതെ ഇതുണ്ട്, FCയുടെ വരുന്നുണ്ട്. അതായത് യൂണിവേഴ്സലും വരുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇതുണ്ടോ, ജൂപ്പിറ്റർ, റോയൽ എൻഫീൽഡ്, ജാവ പെറാക്ക്, ഹിമാലയൻ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വണ്ടിക്കും ഉള്ള വരുന്നുണ്ട്. ഇത് കണ്ടോ, പെറാക്ക്, ക്ലാസിക്, അതാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ പറയുന്നത് 111 എന്നാണ്. 111 കോഡാണിത്. അതായത് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 11-ലധികം കണക്ടേഴ്സ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഏത് ബൈക്കിനും ഇത് കുത്തിയാൽ നിങ്ങൾക്ക്
വർക്ക് ആക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കണക്ടർ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ താഴെ എവിടെയെങ്കിലും ആയിട്ട് മിക്കവാറും വരുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് അങ്ങനെ എല്ലാം ആയിരിക്കും. ഇല്ലെങ്കിൽ ഈ പോർഷനിൽ എവിടെയെങ്കിലും ആയിട്ട് കാണും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കുക. അതിന് ശേഷം ഈ കണക്ടർ എടുക്കുക. ഈ കണക്ടർ എടുത്തിട്ട് ഇത് കണ്ടോ ഇവിടെ ആയിട്ട് നമ്മുടെ പോർട്ട് ഉണ്ട്, അതിലേക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ കണക്റ്റായി. അപ്പോൾ ഇതാണ്ട് നമ്മുടെ കയ്യിൽ 2 ടൂളുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ ഇച്ചിരി വിലയും കൂടുതലായിരിക്കും. ഇത് ഇച്ചിരി കൂടെ ഇതിന് മുന്നേ ഇറങ്ങിയ മോഡലാണ് V311. ഇത് V519. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് അതിൻ്റെ പേരും കാണാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്മളത് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ടൈമിൽ ഇഗ്നീഷൻ ഓൺ ആയിരിക്കില്ല, ഓഫ് ആയിരിക്കുമ്പോൾ മാത്രം നിങ്ങൾ കുത്തുക. അതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇഗ്നീഷൻ ഓൺ ആക്കുകയോ സ്റ്റാർട്ട് ചെയ്യുമോ അതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം വരുന്ന ഇൻ്റർഫേസ് ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് മേളിലേക്കും താഴേക്കും സെലക്ഷന് വേണ്ടിയിട്ട് അതിനുശേഷം ഓക്കെ അടിക്കുന്നത് നിങ്ങൾക്ക് എൻ്റർ അടിക്കാം, എക്സിറ്റ് അടിക്കാം, പിന്നെ DTCയിലേക്ക് ഡയറക്റ്റ് പോകുന്നത് IM. ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കീസിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്, ജസ്റ്റ് നിങ്ങളെ OBD ഡയഗ്നോസിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഞാൻ ഓൺ ആക്കിയതിന് ശേഷം ആ OBD ഡയഗ്നോസിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രോസസ് ആവുന്ന ടൈമിൽ ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കയറിപ്പോവും, പിന്നെ ഒന്ന് എൻ്റർ അടിച്ചിട്ട് നമുക്ക് വേണ്ടത് ഓക്കെ, നമുക്ക് നേരെ ഡാറ്റ സ്ട്രീമിലേക്ക് പോകാം കേട്ടോ. അതിലാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതിന് ശേഷം വ്യൂ ഓൾ ഐറ്റംസ്, ഇതെല്ലാം ലോഡാണ്. നിങ്ങളൊരു ടൈം കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേനും നിങ്ങൾക്ക് ലൈവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പം എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇവിടെ ഉണ്ട് ഒരു 6 പേജോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ കിടക്കുന്ന ഇവിടെ ആയിട്ടാണ്. ഇവിടെ നമുക്കിതുണ്ട് ഫ്യൂവൽ സിസ്റ്റം സ്റ്റാറ്റസ്, ഫ്യൂവൽ സിസ്റ്റം 2 സ്റ്റാറ്റസ്, കാൽക്കുലേറ്റർ, ലോഡ് വാല്യൂ. ഇപ്പോൾ ലോഡ് വാല്യൂവിൽ തന്നെ ഇതുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 22 റേഞ്ചിൽ നിൽക്കുമല്ലേ. ഇത് കണ്ടത് കൂടി വരുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കണ്ടോ കാല് കൊടുക്കുമ്പോഴത്തേനും കണ്ടോ അതുകൊണ്ട് റിയൽ ടൈം ആയിട്ടുള്ള കുറേ ഡാറ്റകൾ, കൂളൻ ടെമ്പറേച്ചർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. എഞ്ചിൻ RPM ഇതുണ്ട്, RPM ഇപ്പം ചേഞ്ച് ആവുന്നു, വെഹിക്കിൾ സ്പീഡ്. അപ്പം നമുക്കത് റൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇഗ്നിഷൻ ടൈമിങ്, പിന്നെ എന്താണ് മാനിഫോൾഡിലെ പ്രഷർ, വേറെ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ, ഇൻടേക്ക്, എയർ ടെമ്പറേച്ചർ, അതുണ്ട്. ഇതുപോലെ ഇതുണ്ട്. ഏകദേശം 6ഓളം പേജസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇത്രത്തോളം കാര്യങ്ങൾ നമുക്ക് റിലേറ്റീവ് ത്രോട്ടിൽ പൊസിഷൻ, ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഇതിന് ശേഷം ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഗ്രാഫിക് ടേമിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇതിലേക്ക് പോകാം. അതിന് ശേഷം നിങ്ങൾക്ക് ഗ്രാഫിക്കായിട്ട് എന്തൊക്കെയാണ് കാണേണ്ടത്, നിങ്ങൾക്ക് ലോഡ് വാല്യൂ കാണണം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് അത് സെലക്ട് ചെയ്യാനായിട്ട് എൻ്റർ അടിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടേണ്ടതൊക്കെ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചതിന് ശേഷം ജസ്റ്റ് എക്സിറ്റ് അടിക്കുക. അപ്പോൾ ഒരു ഗ്രാഫ് പോലെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും. ഇനിയിപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു ടൂള്, ഇങ്ങനെയുള്ളൊരു OBD ടൂള് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാ, ചുമ്മാ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് വണ്ടിയുടെ ഇത് അറിയാനായിട്ടൊന്നും അല്ലല്ലോ. നമ്മൾ മെയിനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലസ്റ്ററിൽ ഏതെങ്കിലും ഒരു വാർണിംഗ് ലാമ്പ് ബ്ലിങ്ക് ആകുന്ന ടൈമിലാണ് നമ്മൾ ഇതുകൊണ്ട് നമുക്ക് മെയിൻ യൂസ് വരുന്നത്. ഇതിൻ്റെ യൂസ് നമുക്ക് കറക്റ്റ് അവിടെയാണ് വരുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, കറണ്ട് സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടിക്ക് ഒരു തരത്തിലുള്ള ലൈറ്റും ബ്ലിങ്ക് ചെയ്ത് കിടപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ബ്ലിങ്ക് ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. കാരണം എന്തെങ്കിലും ഇത് കാണിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സെൻസർ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഊരിവിടാം, എന്നിട്ട് നോക്കാം. ഓക്കെ, എളുപ്പത്തിൽ ഇപ്പോൾ ഊരാൻ പറ്റുന്ന ഇതാകുമ്പോഴത്തേനും നമുക്ക് IAT സെൻസർ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുണ്ടേ മേളിൽ നിന്ന് തന്നെ നമുക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ആക്സസ് പാടല്ലേ. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു സെൻസർ ജസ്റ്റ് ഒന്ന് വിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഇറർ കോഡ് ഇത് റിലേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ടോ നോക്കാം. നമ്മൾ സെൻസർ ഇപ്പോൾ ഊരി ഇട്ടതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇതാണ്ട് ക്ലസ്റ്ററിൽ ഓൺ ആയിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ DTC കറക്റ്റായിട്ട്, അതായത് DTC എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ, ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വാണിംഗ് ലൈറ്റ് കത്തിയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് DTCയിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം അത് പ്രോസസ്സ് ആവാനൊരു ടൈം എടുക്കും. ഓക്കെ, അതിനുശേഷം റീഡ് കോഡ്. അപ്പോൾ കറണ്ടായിട്ട് ഇപ്പോൾ ഉള്ള ആ ഒരു കോഡ് നമുക്ക് റീഡ് ചെയ്യണം. എൻ്റർ അടിച്ചു. P0113 അതാണ് നമ്മുടെ ഒരു ഇറർ കോഡ് വന്നിട്ടുള്ളത്. അതിൻ്റെ കണ്ടോ, ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ 1 സർക്യൂട്ട് ഹൈ. അപ്പം ഞാനിപ്പോൾ ഊരിയിട്ട ഒരു സെൻസറാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞാൽ, ആ ഒരു സെൻസർ ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ
ഫോൾട്ടാണ്, ഇതിൽ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു P0113 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി വണ്ടിക്ക് ഈ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആണ് വന്നിട്ടുള്ളത്. കറക്റ്റായിട്ട് ഏത് സെൻസർ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സെൻസർ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മുടെ വണ്ടിയുടെ ഏത് സെൻസറാണ് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം നമുക്ക് അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു കോമണറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ടൂള് ഓൺ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ഈ ഒരു സെൻസർ ജസ്റ്റ് കയറിയിട്ട് ഗൂഗിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബൂഡ്മോ പോലുള്ള സൈറ്റിൽ കയറി നോക്കുക, വില അറിയാൻ പറ്റും. നമുക്ക് ഡയറക്റ്റായിട്ട് വില അറിയാൻ പറ്റും. ആരെങ്കിലുമൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടൂൾ. അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തൊരു പ്രശ്നമാണല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ചത് ശരിക്കുള്ളൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെൻസർ പുതിയ സെൻസർ കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഓൾറെഡി സെൻസർ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഊരിയിട്ട സെൻസർ തന്നെ ഒന്നെടുത്ത് തിരിച്ചു കുത്താൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ആ ഫോൾട്ട് കോഡ് മാറുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നമുക്ക് തിരിച്ചു കുത്താം. അപ്പോൾ സെൻസർ നമ്മൾ തിരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോഴും ആ ഒരു ലൈറ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് ഹിസ്റ്ററി പോയിട്ട് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറേസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ക്ലസ്റ്ററിൽ നിന്നും അത് നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇറേസ് കോഡെന്ന് കാണാൻ പറ്റും. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ റീസെറ്റ് എമിഷൻ റിലേറ്റഡ് ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ, ആർ യു ഷുവർ? യെസ്. പ്ലീസ് ടേൺ ഇഗ്നിഷൻ ഓൺ വിത്ത് എൻജിൻ ഓഫ്. എൻജിൻ ഓഫ് ആയിരിക്കണം, ബട്ട് ഇഗ്നിഷൻ ഓൺ ആയിരിക്കണം. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റർ അടിച്ചു. എമിഷൻ റിലേറ്റഡ് ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ ഹാസ് ബീൻ ക്ലിയർഡ്. ഓക്കെ, നമുക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ്, അതായത് ഇറേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം ശരിക്കും ഇറേസ് ആയിട്ടുണ്ടോ എന്ന്. ക്ലസ്റ്റർ ഞാൻ എഗെയിൻ കണ്ടോ സ്റ്റാർട്ടാക്കി, കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷവും അത് ജസ്റ്റ് ഒരു ഹിസ്റ്ററി ആയിട്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം ഇറേസ് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഇറേസ് ചെയ്താൽ അപ്പത്തേനും പോകും. പക്ഷേ പിന്നെയും ആ ഒരു ഇറർ അവിടെ കിടപ്പുള്ളതുകൊണ്ട് തന്നെ ആ വാർണിംഗ് ലൈറ്റ് പിന്നെയും വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനിയിപ്പം ഞാൻ കാണിച്ച ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഈവൻ വോൾട്ടേജ് ടെസ്റ്റ് വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതുണ്ട്, നോർമൽ വോൾട്ടേജ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് അതായത് ഒരു വണ്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ, അതായത് നിങ്ങൾ ഇഗ്നിഷന് ഓഫ് ആയിരിക്കുമ്പോൾ മാത്രം നമ്മൾ ഈ ഒരു ടൂള് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ 2 ടൈപ്പ് സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഇച്ചിരൂടെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടും. ഇത് ഇച്ചിരൂടെ ചെറിയൊരു വേരിയേഷൻ വിലയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ, ഇപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ അങ്ങനെയൊക്കെ പോയി നോക്കിയാൽ ഇതിൻ്റെ റിയൽ വില നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, അതായത് നമ്മുടെ 5000 റേഞ്ചിൽ വരുന്നതാണ് ഈ ഒരു V311 എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് തരാൻ പറ്റും. ഏകദേശം ഒരു 4500 രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റും. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഉള്ള ഞാൻ പറഞ്ഞില്ലേ 11-in-1 കേബിള്, ഈ 11-in-1 കേബിളും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഇത് ഏകദേശം ഈ ഒരു 11-in-1 കോഡിന് 1500 സിംഗിൾ അങ്ങനെ വരുന്നതാണ്. സെപ്പറേറ്റ് മേടിക്കാൻ അതെ 1500 രൂപയുടെ ഈ ഒരു 11-in-1 കേബിൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം നമുക്ക് 4500 തരാൻ പറ്റും. ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല. ഇതാണ് ഇത്രയും സാധനം നിങ്ങൾക്ക് 4500 രൂപയ്ക്ക് വീട്ടിൽ കിട്ടും. ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരൂടെ മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഒരു 6300 തൊട്ട് മേളിലോട്ട് 7000, 7500 അങ്ങനെ വില കയറിപ്പോകുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇത് പ്ലസ് ഈ ഒരു 11-in-1 കേബിൾ നിങ്ങൾക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5800 രൂപ
5800 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. ഞാൻ മേടിക്കാൻ നോക്കിയപ്പോഴത്തേന് 7500 രൂപ ആ ഒരു റേഞ്ചിൽ വില വരുന്ന സാധനമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓഫർ ഞാൻ എവിടുന്ന് സാധനം വാങ്ങിക്കും? ഓക്കെ, നമ്മൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിലോ ഇല്ലെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിലോ വല്ല നമ്മളൊരു ഫോൺ നമ്പർ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചോ ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് അയക്കോ ഇല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാലും മതി. നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഷിപ്പ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പുതിയൊരു അറിവായിരുന്നു. ഓക്കെ, താങ്ക് യു.